ജീവിതത്തിന്റെ പകുതി ഭാഗവും തന്റെ കുഞ്ഞുങ്ങൾക്കായി മാത്രം മാറ്റിവെച്ച ഒരു അധ്യാപികയുടെ കഥയിലേക്കാണ് ഇനി. വാക്കും ശബ്ദവുമില്ലാത്തവർക്ക് തന്റെ ആംഗ്യഭാഷയിലൂടെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ അധ്യാപിക സിസ്റ്റർ അഭയയെക്കുറിച്ചാണ്. കാണാം സിസ്റ്റർ അഭയയുടെ കഥ. മുപ്പത്തിമൂന്ന് വർഷമായി എറണാകുളം മാണിക്യമംഗലം സെയിന്റ് ക്ലെയർ ഓറൽ ഹയർ സെക്കൻഡറി ബദിര വിദ്യാലയത്തിലെ അധ്യാപികയാണ് സിസ്റ്റർ അഭയ. വർഷങ്ങൾക്ക് മുൻപ് മദ്രാസിലെ ട്രെയിനിങ്ങിന് ശേഷം സിസ്റ്റർ അഭയയുടെ ലോകം ഇവർക്കൊപ്പം. 1993 സ്കൂളിന്റെ ഓരോ വളർച്ചയുടെയും ഭാഗമായ സിസ്റ്റർ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കും. ഒപ്പം ഈ സ്കൂളിനോട് വിട പറയുകയും ചെയ്യും. തന്റെ ജീവിതം വിദ്യാർത്ഥികളും സ്കൂളും എങ്ങനെയൊക്കെ സ്വാധീനിച്ചു എന്ന് ഓർത്തെടുക്കുകയാണ് സിസ്റ്റർ അഭയ. ഞാൻ ഈ സ്കൂള് തുടങ്ങിയ സമയത്തുള്ളതാണ്. സ്കൂൾ തുടങ്ങിയത് 1993 അന്ന് ഇതുപോലുള്ളൊരു കെട്ടിടമൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു കുഞ്ഞു മുറി, ഞങ്ങളുടെ കോൺവെൻറ്റിനോട് ചേർന്നൊരു മുറി. അപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയാൽ അത് വിജയിക്കുമോ ഇല്ലയെന്ന് അറിയില്ല, എന്നാലും നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതിനു വേണ്ടി ഞങ്ങൾ 4 പേരെ സെലക്ട് ചെയ്തു. തുടങ്ങുമ്പോൾ ഒരു 11 കുട്ടികൾ, നമുക്ക് പല ജില്ലകളിൽ നിന്നായിട്ട് 11 കുട്ടികൾ എത്തി നമ്മൾ ന്യൂസൊക്കെ കൊടുത്തപ്പോൾ. പിന്നെ അതങ്ങ് വളരാൻ തുടങ്ങിയിട്ട് ഇന്ന് 245 കുട്ടികൾ ഇപ്പോൾ നിലവിലുണ്ട്. ഈ 1993 തുടങ്ങി ഇപ്പോൾ 2025 വന്ന് നിൽക്കുമ്പോൾ ഒരു വലിയ ഒരു എന്താ പറയുന്നത്, ഒരു വൻ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുക. കാലടി മഞ്ഞപ്ര സ്വദേശിനിയായ സിസ്റ്റർ അഭയ അധ്യാപനത്തിനൊപ്പം എറണാകുളത്തെ കോടതിയിലും പോലീസ് സ്റ്റേഷനുകളിലും കയറിയിറങ്ങുകയാണ്. മറ്റൊന്നിനുമല്ല, വാക്കും ശബ്ദവും ഉപയോഗിച്ച് നീതിക്ക് വേണ്ടി പോരാടാൻ കഴിയാത്തവർക്ക് സ്നേഹത്തിന്റെ ആംഗ്യഭാഷയിലൂടെ നീതി ഉറപ്പിക്കാൻ. സംസാരിക്കാത്ത ഒരാളെ പിടിച്ച് കളവ് കേസിൽ കുടുക്കി. പക്ഷേ ഇവൻ ഇത് പറഞ്ഞിട്ടൊന്നും ജഡ്ജിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു അവസരത്തിൽ ഇൻ്റർപ്രറ്ററായിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഇതെല്ലാം ഇയാൾ പറഞ്ഞത്, ഞാൻ ഇദ്ദേഹത്തെ അറിയില്ല, നല്ല പ്രായമായിട്ടുള്ള ഒരു ചേട്ടനാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ജഡ്ജി പറയുന്നത്, അയ്യോ ഇതൊന്നും അല്ല ഞങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഈ വിസ്താരം തന്നെ അത് മാറ്റി അങ്ങനെ അവൻ അതിൽ നിന്ന് മോചിപ്പിച്ചതായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ, വിവാഹമോചന കേസ്, അങ്ങനെ കുടുംബ തർക്കങ്ങളൊക്കെ എല്ലാത്തിലും ഇടപെടാനായിട്ട് നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. സർവീസിൽ നിന്ന് വിരമിക്കുന്നതിൽ സിസ്റ്റർക്ക് അതിയായ സങ്കടം. സിസ്റ്റർ പോകുന്നതിൽ വിദ്യാർത്ഥികൾക്കും. ഇനി ഇത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവുമോ, ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് കൂട്ടായിട്ട് ആരാ ഉള്ളത്, ഞങ്ങളുടെ ആംഗ്യങ്ങളൊക്കെ പഠിച്ച് ഞങ്ങൾക്ക് ഇതുപോലെ കോൺവെർസേഷൻ നടത്താനും അല്ലെങ്കിൽ ഞങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും ഞങ്ങൾക്ക് ആരും ഇല്ലല്ലോ എന്നുള്ളൊരു, ഇപ്പോൾ അവർ സംസാരിച്ചോളൂ. ഞാൻ പറഞ്ഞു അതിനൊക്കെ നമുക്ക് ദൈവം ഓരോ വഴി കാണിച്ചു തരും. ഇപ്പോൾ ഞാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ആണെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യും. അപ്പോൾ നിങ്ങളതിനകത്ത് വിഷമിക്കേണ്ട. അപ്പോഴും അവർ പറയുന്നു, ഞങ്ങൾക്ക് വിട്ടുപോകാൻ തോന്നുന്നില്ല, വിട്ടുപോകുമ്പോൾ എവിടെ പോയാലും ഞങ്ങൾ കൂടെ വരും, ഞങ്ങളുടെ കൂടെ വേണം എന്നാണ്. മൂന്ന് പതിറ്റാണ്ടായി സിസ്റ്റർ അഭയയുടെ ലോകം ഇവിടമാണ്. സാങ്കേതികമായി മാത്രമാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നത്. ഇനിയും ഈ പ്രവർത്തനങ്ങൾ തുടരാനാണ് സിസ്റ്ററുടെ തീരുമാനം. താങ്ങായി, തണലായി, സാന്ത്വനമായി. കൊച്ചിയിൽ നിന്ന് മാഹിൻ ജാഫറിനൊപ്പം YS അഭിനന്ദ്, 24. നമുക്ക് നമ്മുടെ ചില അധ്യാപകരെ ഓർമ്മ വന്നു. എൻ്റെ ജീവിതത്തിലും കുറച്ചു കാലം അധ്യാപികയായിട്ട് ജോലി ചെയ്തിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തുടങ്ങുമ്പോഴൊക്കെ കുട്ടികളുമായിട്ടൊരു 5-6 വയസ്സിൻ്റെ വ്യത്യാസമേ കാണത്തുള്ളൂ. നമ്മൾ PG ഒക്കെ കഴിഞ്ഞ് നേരെ ചെല്ലുമ്പോൾ. എന്നാൽ പോലും നമുക്കൊരു മാതൃഭാവമാണ് ഈ കുഞ്ഞുങ്ങളോട് തോന്നുന്നത്. അപ്പോൾ പെട്ടെന്ന് സിസ്റ്ററിനെ കണ്ടപ്പം ഒരുപാട് സന്തോഷം തോന്നി. സിസ്റ്ററിന് എല്ലാ നന്മകളും ഉണ്ടാവും. പ്രത്യേകിച്ച് കോൺവെന്റ് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് നന്നായിട്ട് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു അനുജ ചേച്ചിക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അതെ. ഇപ്പൊ ഈ സിസ്റ്റർ വിരമിക്കാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ഇപ്പോൾ വിരമിക്കണം, അതങ്ങനെയാണ് അതിന്റെ നിയമം. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ചില സിസ്റ്റേഴ്സ് വിരമിക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഉണ്ട് അതുപോലത്തെ. നമ്മൾക്ക് ജീവിതത്തിൽ വലിയ വെളിച്ചം വീശിയ, അതോടൊപ്പം തന്നെ നമുക്ക് വളരെ മാതൃകയാക്കാവുന്ന രീതിയിലുള്ള അധ്യാപകരുണ്ടായിട്ടുണ്ടാകും. പ്രേക്ഷകരിൽ പലർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്.